കേന്ദ്ര സിനിമാ അവാർഡുകൾ ഇന്നലെ വിതരണം ചെയ്തു. നമുക്കറിയാം ഇന്ത്യൻ സിനിമയോടുള്ള സമഗ്ര സംഭാവനയ്ക്ക് മലയാളത്തിൻ്റെ മോഹൻലാൽ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ഏറ്റുവാങ്ങി. അതിനുശേഷം അദ്ദേഹത്തിനെ വേദിയിലേക്ക് ആനയിച്ചത് കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവ് ആയിരുന്നു. OG ഗ്യാങ്സ്റ്റർ എന്ന്, അതായത് OG എന്നാണ് വിളിച്ചാണ് അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിച്ചത്. ഒറിജിനൽ ഗ്യാങ്സ്റ്റർ എന്നാണ് അതിൽ സാമൂഹ്യ മാധ്യമത്തിൻ്റെ OGയുടെ വിശേഷണങ്ങൾ. എന്തായാലും ഷാറൂഖ് ഖാനെ സാക്ഷി നിർത്തി മോഹൻലാൽ അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ മുഴുവൻ സദസ്സും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നതും മോഹൻലാലിന് ആദരവ് കൊടുക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനിടയ്ക്കാണ് മലയാളത്തിൻ്റെ പ്രിയനടി ഉർവശിക്ക് അൽഷിമേഴ്സ് രോഗം ബാധിച്ചു എന്നറിയാൻ കഴിയുന്നത്, അതായത് മറവി രോഗം. ഈ ഉർവശി അവാർഡ് വാങ്ങാൻ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു. എന്തായാലും അവർ വന്നിട്ടുണ്ട്. ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്ക് വേണ്ടി മികച്ച സഹനടിക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങാൻ ഉർവശി അവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അവാർഡ് പ്രഖ്യാപിച്ച ദിവസമൊക്കെ ഉർവശിയുടെ വിമർശനങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അതായത് മികച്ച സഹനടിക്കുള്ള അവാർഡാണ് തനിക്ക് കിട്ടിയത്, എന്താണ് മികച്ച സഹനടി, എന്താണ് മികച്ച നടി. അതായത് ഇത് മുമ്പ് അലൻസിയറാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് മികച്ച സ്വഭാവ നടൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് മികച്ച നടനും മികച്ച സ്വഭാവ നടനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ബാക്കിയുള്ള നടന്മാർക്ക് സ്വഭാവമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കാലാകാലങ്ങളായി ഇവിടെ അവാർഡ് കൊടുത്തു വരുന്ന ഒരു ടൈറ്റിലിൻ്റെ കുഴപ്പമാണ്. നമ്മളിപ്പോൾ വിദേശത്തൊക്കെ നോക്കുകയാണെങ്കിൽ, ഓസ്കാർ അവാർഡൊക്കെ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആക്ടർ ഇൻ എ ലീഡിംഗ് റോൾ, ബെസ്റ്റ് ആക്ടർ ഇൻ എ സപ്പോർട്ടിംഗ് റോൾ എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്വഭാവ കഥാപാത്രത്തിലുള്ള മികച്ച നടൻ, ലീഡിംഗ് റോളിലുള്ള മികച്ച നടൻ, നായക റോളിലുള്ള മികച്ച നടൻ, ഇങ്ങനെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ ഇത് രണ്ടും മികച്ച നടന്മാർ എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ അത് വരുമ്പോൾ മാത്രം മികച്ച സ്വഭാവ നടൻ, മികച്ച നടൻ, മികച്ച സഹനടൻ എന്നൊക്കെ വരുന്നത് കൊണ്ടാണ് ഈ ടൈറ്റിലുണ്ടാകുന്ന കൺഫ്യൂഷൻസാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം. എന്തായാലും വളരെ വിഷമിച്ചുകൊണ്ടായിരുന്നു ഉർവശി അതിന് അന്ന് പറഞ്ഞിരുന്നത്. എനിക്കിങ്ങനെ എന്താണ് സഹനടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ മികച്ച ഒരുപാട് നല്ല പ്രശംസകളൊക്കെ കിട്ടിയ ഒരു റോളായിരുന്നു ഉർവശി ആ സിനിമയിൽ ചെയ്തിരുന്നത്. അപ്പോൾ മികച്ച സഹനടിയായി തരം താഴപ്പെട്ടു എന്നുള്ളൊരു വിഷമം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഈ അവാർഡ് വാങ്ങിക്കാൻ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. എന്നാലും ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചുകൊണ്ട് ഉർവശി വേദിയിലേക്ക് വന്നു. അവാർഡ് സ്വീകരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അന്ന് ഈ മാധ്യമങ്ങളൊക്കെ തന്നെ അതായത് സഹനടി എന്നുള്ള ഒരു തരം താഴ്ത്തപ്പെട്ടു, സഹനടി എന്ന് വിളിച്ച് തരം താഴ്ത്തപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ, അവിടെയാണല്ലോ കേന്ദ്ര സർക്കാരിനുള്ള വിരുദ്ധത കൂടുതൽ. അപ്പോൾ അവിടെ അവരൊക്കെ അങ്ങനെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിരുന്നു. കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം ഉർവശിയെ തഴഞ്ഞതാണ് എന്നും മറ്റും. ഇതിനോടൊപ്പം തന്നെ മോഹൻലാലിനെ പറ്റി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. മോഹൻലാലിന് സംഘി അവാർഡാണ് കിട്ടിയത്, അതായത് മോഹൻലാൽ കാശ് കൊടുത്ത് വാങ്ങിയ അവാർഡാണ്. ഈ പറയുന്നവരുടെയൊക്കെ വിഡ്ഢിത്വം, അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ ഒരു ബുദ്ധിശൂന്യത എത്രത്തോളമാണെന്ന് ആലോചിച്ച് നോക്കുക. അതായത് പൈസ ഉള്ളവർക്ക് കിട്ടുന്ന അവാർഡാണെങ്കിൽ മോഹൻലാലിനേക്കാൾ സമ്പന്നരായ മറ്റു നടന്മാരില്ലേ, അവർക്ക് എന്തുകൊണ്ടാണ് ഇത് കിട്ടാത്തത്? പിന്നെ സംഘപരിവാർ ആനുകൂല്യമാണെങ്കിൽ, സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ആനുകൂല്യമാണെങ്കിൽ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റേ എത്രയോ നടന്മാരുണ്ട്, അവർക്കൊന്നും കിട്ടാത്തത് എന്തുകൊണ്ടാണ്? മോഹൻലാലിനേക്കാൾ, അല്ലെങ്കിൽ മോഹൻലാലിന് സംഘപരിവാർ മെമ്പർഷിപ്പുള്ള നടന്മാരുണ്ടല്ലോ, അവർക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തത്? BJP മെമ്പർഷിപ്പുള്ള നടന്മാർക്ക് എന്തുകൊണ്ടാണ് ഒരു ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടാത്തത്? അപ്പോൾ അത് മോഹൻലാൽ എന്ന നടനെ, 48 വർഷം മലയാള സിനിമ ഭരിച്ച ഒരു നടനെ ഇത്തരത്തിൽ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടക്കുന്നത്. അതിൽ നിന്നും യാതൊരു കഴമ്പുമില്ല. അതുമാത്രമല്ല, ഷാറൂഖ് ഖാനും അവാർഡുണ്ടായിരുന്നു, കേന്ദ്ര അവാർഡുണ്ടായിരുന്നു, നമ്മളത് കണ്ടതാണ്. അപ്പോൾ ഷാറൂഖ് ഖാനും സംഖ്യയാണോ എന്നുള്ളത് ഇവരോട് ചോദിക്കുമ്പോൾ ഇവർക്ക് മറുപടിയില്ല. ഇനി ഉർവശിയുടെ അൽഷിമേഴ്സിലേക്ക് നമുക്ക് വരാം. അതായത് 2005 20 വർഷങ്ങൾക്ക് മുമ്പ് മികച്ച സഹനടിക്കുള്ള അവാർഡ് കിട്ടിയിരുന്നു ഉർവശിക്ക്. അച്ചുവിൻ്റെ അമ്മ എന്ന സിനിമയിലെ കഥാപാത്രത്തിന് വേണ്ടിയായിരുന്നു. മികച്ച ഒരു സിനിമ തന്നെയായിരുന്നു, സത്യൻ അന്തിക്കാടിൻ്റെ സിനിമയായിരുന്നു അത്. അതിൽ മികച്ച സഹനടിക്കുള്ള അവാർഡ് അന്ന് അവർക്ക് നൽകിയത് കേന്ദ്ര സർക്കാരല്ല, കേരള സർക്കാരായിരുന്നു. അന്ന് യാതൊരു പരാതിയും പരിഭവവുമില്ലാതെ ഈ അവാർഡ് അവർ പോയി വാങ്ങിക്കുകയാണ് ഇത് സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര അവാർഡ് കിട്ടുമ്പോൾ മാത്രമാണ് പരാതി. അന്ന് നമുക്കറിയാം, ഈ ഒരു അവാർഡ് കിട്ടുമ്പോൾ 20 വർഷം ചെറുപ്പമാണ്, 20 വർഷം ഇതിനേക്കാൾ ചെറുപ്പമാണ്. അന്ന് അവർക്ക് യാതൊരു പരാതിയുമില്ല. 20 വർഷം കഴിഞ്ഞ് 20 വർഷത്തിൻ്റെ പ്രായാധിക്യം ഉണ്ടായപ്പോഴാണ് ഇതിനെപ്പറ്റി ഒരു ബോധം അവർക്കുണ്ടായത് എന്നുള്ളത് വളരെ അതിശയകരമായിട്ടുള്ളൊരു കാര്യമാണ്. അന്ന് പരാതിയും പരിഭവവും ഇല്ലാതെ ഇപ്പോൾ പരാതിയും പരിഭവവും വരുന്നത് ഒന്നുകിൽ അൽഷിമേഴ്സ് രോഗമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് എന്താണ് ഇതിൻ്റെ മാനദണ്ഡം
എന്നൊക്കെ ചോദിക്കുന്നത് തീർച്ചയായിട്ടും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനോടുള്ള വിരോധമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു മാനം ഇതിലേക്ക് കൊണ്ടുവരിക, രാഷ്ട്രീയ താല്പര്യം ഇതിലേക്ക് കൊണ്ടുവരിക, അത്തരത്തിൽ അത് മാത്രമാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയേണ്ടി വരും. കാരണം നമുക്കറിയാം ഇത് ഈ കേന്ദ്ര അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ മാനം, അതായത് ഇവിടെ അതിന് രാഷ്ട്രീയപരമായിട്ട് അവാർഡ് കിട്ടാത്തവരും മറ്റും അതിനെ രാഷ്ട്രീയ രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. 2017 അതിൻ്റെ കേന്ദ്ര അവാർഡ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് അന്ന് അവാർഡ് ബഹിഷ്കരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഫഹദ് ഫാസിൽ, പാർവതി തിരുവോത്തൊക്കെ, അതായത് പ്രസിഡന്റ് അവാർഡ് തന്നില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ പരാതി. പ്രസിഡന്റ് കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കണം, അന്നത്തെ സിനിമാ മന്ത്രിയായിട്ടുള്ള സ്മൃതി ഇറാനിയാണ് തന്നത് എന്നുള്ളതൊക്കെയായിരുന്നു ഇവരുടെ കണ്ടുപിടുത്തം. സ്മൃതി ഇറാനിയെ കെട്ടിയിറക്കിയ മന്ത്രിയാണ് എന്നൊക്കെയായിരുന്നു ഇവർ പറയുന്നത്. അതേ സ്മൃതി ഇറാനി എന്താണ് പിൻവാതിലിലൂടെ മന്ത്രിയായ ഒരു സ്ത്രീയാണ്. അവരുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കേണ്ട ആവശ്യം നമുക്കില്ല, രാഷ്ട്രപതിയിൽ നിന്ന് തന്നെ നമുക്ക് സമ്മാനിക്കണം എന്ന് പറഞ്ഞ് ഇവരെല്ലാം ഇറങ്ങിപ്പോകുന്ന, ബഹിഷ്കരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ യേശുദാസും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. യേശുദാസ് പക്ഷേ അവാർഡ് ദാന ചടങ്ങ് ബഹിഷ്കരിച്ചില്ല. അദ്ദേഹം അവാർഡ് വാങ്ങി, സ്മൃതി ഇറാനിയുടെ കയ്യിൽ നിന്നോ ഈ അവാർഡ് വാങ്ങി. അതിനുശേഷം ഫോട്ടോയ്ക്കും മറ്റും അദ്ദേഹം ഗ്രൂപ്പ് ഫോട്ടോയ്ക്കും മറ്റും പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പിന്നീട് കണ്ടു. പക്ഷേ അവിടെ യേശുദാസിനെ വലിയ രീതിയിൽ നിശ്ചിതമായി വിമർശിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. നാണമുണ്ടോ മനുഷ്യ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള തരം താഴ്ന്ന വിമർശനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അന്ന് കേന്ദ്ര സർക്കാർ പിന്നെ ഈ അവാർഡുകളൊക്കെ വീട്ടിലേക്ക്, ഈ പറയുന്ന അവാർഡ് ബഹിഷ്കരിച്ച ആൾക്കാരുടെ വീട്ട് അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ പ്രസിഡന്റ് അവാർഡ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് എനിക്ക് അതിനോട് വലിയ യോജിപ്പുള്ള ഒരു കാര്യമല്ല. കാരണം എന്ന് പറയുന്നത് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ആളുടെ അവാർഡ് വാങ്ങാൻ യോഗ്യരായിട്ടുള്ള മറ്റു ഒരുപാട് ആൾക്കാർ, സാധാരണക്കാർക്കിടയിൽ, കൃഷിക്കാർക്കിടയിൽ, എഞ്ചിനീയേഴ്സിൻ്റെ ഇടയിൽ, ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ എല്ലാം ഉണ്ട്. ഇതിൽ സിനിമാക്കാർക്ക് പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ല. അതുകൊണ്ട് സിനിമാ മന്ത്രി കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു ആകാശമൊന്നും ഇടിഞ്ഞ് വീഴാൻ പോകുന്ന ഒരു കാര്യമൊന്നുമല്ല. എന്തായാലും ദ്രൗപദി മുർമു നമ്മുടെ പ്രസിഡന്റ് ആയതിനു ശേഷം ഈ ഒരു പരിപാടി വീണ്ടും തുടങ്ങി. അതിന് ഒരു കാരണമുണ്ട്. അവർ ഒരു പിന്നോക്കക്കാരിയാണ്. അപ്പോൾ അവരെ മാറ്റി നിർത്തി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ രീതിയിൽ രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ വന്ന സമയത്ത് അവരുടെ വീണ്ടും പ്രസിഡന്റ് തന്നെ അവാർഡ് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ വീണ്ടും കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇവർ വന്ന വർഷം തന്നെയാണ് മറ്റൊരു പ്രത്യേകത കൂടെ ഉള്ളത്. അതായത് നഞ്ചിയമ്മ എന്ന ഒരു സ്ത്രീക്ക് അവാർഡ് കിട്ടിയിരുന്നു. നമുക്കറിയാം അയ്യപ്പനും കോശിയിലെ മനോഹരമായ ഗാനം പാടിയ ഒരു വയസ്സായ വൃദ്ധയായ ഒരു സ്ത്രീയാണ്. അവരും ഈ പറയുന്ന പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ അതൊരു മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. അതായത് ഒരു പിന്നോക്കക്കാരിയിൽ നിന്ന് മറ്റൊരു പിന്നോക്കക്കാരി അവാർഡ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിനും കൂടി വേണ്ടിയാണ് ദ്രൗപദി മുർമുവിനെ അന്ന് അതായത് പ്രസിഡന്റ് തന്നെ അവാർഡ് കൊടുക്കുന്ന പഴയ പരിപാടിയിലേക്ക് തിരികെ കൊണ്ടുവന്നത്. എന്തായാലും പ്രസിഡന്റിനെ കൊണ്ട് അവാർഡ് കൊടുപ്പിച്ചില്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ അങ്ങനെ കൊടുപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ജാതിയും മതവും ഒക്കെ ഇവരിവിടെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയതിനെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രസിഡന്റ് അവാർഡ് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് തിരികെ വീണ്ടും വരുന്നത്. സത്യത്തിൽ ഈ പ്രസിഡന്റിന് അവാർഡ് വാങ്ങിക്കാൻ അർഹരായിട്ടുള്ളവർ സിനിമാക്കാരെക്കാൾ യോഗ്യരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം സാധാരണക്കാരിലുണ്ട്, കൃഷിക്കാരിലുണ്ട്, ഡോക്ടേഴ്സിലുണ്ട്, എഞ്ചിനീയേഴ്സിലുണ്ട്, ശാസ്ത്രജ്ഞരിലുണ്ട്, സൈനികരിലുണ്ട്. അപ്പോൾ അവിടെയൊന്നും തന്നെ യാതൊരു അവർക്ക് പ്രസിഡന്റിൽ നിന്ന് അവാർഡ് ദാനം ചെയ്യുന്നതിൽ നമുക്ക് യാതൊരു സങ്കോചവുമില്ല. പക്ഷേ ഈ പറയുന്ന സിനിമാക്കാർ അവർക്ക് അല്ലെങ്കിൽ സാധാരണ കലാകാരന്മാർ മാത്രമാണ് ഇവരുടെ ധർമ്മം എന്ന് പറയുന്നത് മനുഷ്യരെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിന് ഈ പറയുന്ന ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് പോലെ പരമോന്നതമായിട്ടുള്ള പുരസ്കാരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രം പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്നതെങ്കിൽ അതിന് മനസ്സിലാക്കാം. പക്ഷേ ഒരു മികച്ച നടനുള്ള അവാർഡ് അല്ലെങ്കിൽ നടിക്കുള്ള അവാർഡ്, മികച്ച സഹനടിക്കുള്ള അവാർഡ്, ഇതൊക്കെ പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടണം, ഇല്ലെങ്കിൽ വാങ്ങിക്കില്ല എന്നൊക്കെ ഉള്ള ഒരു വാശിയും തിട്ടൂരും ഒക്കെ വെറും അസ്ഥാനത്തുള്ളതാണ്. അത് മാത്രമല്ല അത് രാഷ്ട്രീയപരമായി അതിന് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അതിനോടൊട്ടും യോജിക്കാൻ പറ്റില്ല. അപ്പോൾ ഉർവശി മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ കാലാകാലങ്ങളായിട്ട് അവാർഡ് കൊടുക്കുന്നത് ഈ ടൈറ്റിലിൻ്റെ പേരിലാണ്. അതായത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രത്യേക രീതിയൊന്നുമല്ല. മികച്ച സഹനടി, മികച്ച നടി, ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ആ ടൈറ്റിൽ മാറ്റേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും അതിനോട് യോജിക്കുന്നുണ്ട്. പക്ഷേ അതൊരു സർക്കാരിൻ്റെ തലയിൽ കൊണ്ട് അത് ചുമഴ്ത്തുന്നതും അതിന് രാഷ്ട്രീയ മാനം കൊടുക്കുന്നതും തന്നെ തരം താഴ്ത്താൻ ശ്രമിച്ചതാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു മികച്ച അഭിനേത്രി തന്നെയാണ്, അത് സമ്മതിക്കുന്നു. മോഹൻലാലിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു പേര് തന്നെയാണ് ഉർവശി അഭിനയം എന്ന് പറയുന്ന കലയിൽ. പക്ഷേ നിങ്ങൾ എന്താണ് പറയുന്നത്, നിങ്ങളുടെ ഈ ഒരു ഇരട്ടത്താപ്പ്, രാഷ്ട്രീയ ഇരട്ടത്താപ്പാണ് ഇവിടെ ചർച്ചാ വിഷയമാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ടൈറ്റിൽ മാറ്റണമെന്ന് നിങ്ങൾ പറയുന്ന ഇതിനോട് യോജിക്കുന്നു.
അതിനപ്പുറത്തേക്ക് ഈ എന്താണ് പറയുന്നത്, ഇവിടെ നിങ്ങളെ രാഷ്ട്രീയപരമായി തഴഞ്ഞു എന്നൊക്കെ പറയുന്നത് അതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല.